ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ടോസ് അക്കാഡമി. നിങ്ങൾ ഏവരും ഇപ്പോൾ റീസെൻ്റായി വന്നിട്ടുള്ള സുപ്രീം കോടതി വിധിയെക്കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ. അധ്യാപക യോഗ്യതാ പരീക്ഷ അതായത് ടെറ്റ് എക്സാം പാസ്സാകാത്തവർക്ക് നിലവിൽ ജോലിയിൽ തുടരാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ കൂടിയാണ്. അതുപോലെ തന്നെ മറ്റ് ടീച്ചിങ് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ പോലും കേട്ടറ്റ് എന്ന് പറയുന്നത് നിർബന്ധിതമാക്കിക്കൊണ്ടുള്ള ഈ ഒരു വിധി പ്രകാരം നമ്മുടെ കേട്ടറ്റ് എക്സാംസിന് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാഹചര്യമാണ്. സോ അതുകൊണ്ട് തന്നെ കേട്ടറ്റ് എത്ര വേഗം ക്ലിയർ ചെയ്യാൻ സാധിക്കുമോ അത്ര വേഗം നിങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ടോസ് അക്കാഡമി എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഇനി എക്സാമിന് അധിക ദിവസങ്ങളില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫൈനൽ റിവിഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു പോവുക എന്നുള്ളത്. കേട്ടറ്റ് കാറ്റഗറി 3 സോഷ്യൽ സയൻസിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള നമ്മുടെ കോണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഹാഡ് ലെവൽ ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യാവസാനം വരെ ക്ലാസ്സുകൾ കാണുക. സോ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത് പലതരത്തിലുള്ള ഇറോഷൻ, അതിന് മാച്ച് ആവുന്നത് ലിസ്റ്റ് 2-ൽ നിന്നും കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള എക്സാമിന് വന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ സാധിച്ചു എന്നറിയില്ല. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഇറോഷനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടൈമാണ് ഡിപ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് അപരദനം, അതുപോലെ തന്നെ നിക്ഷേപണം എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള വെതറിങ്ങിനെ കുറിച്ചിട്ട്, അതായത് അപക്ഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത്തരത്തില് അപക്ഷയം സംഭവിച്ചിട്ടുണ്ടാകുന്ന ഈ ശിലാപദാർത്ഥങ്ങളെയൊക്കെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള റിവർ, വിൻഡ്, വേവ്, ഗ്ലേഷ്യൽ തുടങ്ങിയിട്ടുള്ളവ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അപരദനം അഥവാ ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യപ്പെടുമ്പോൾ ചില ഭാഗങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള ഘടകങ്ങൾ, അതായത് റിവർ, വിൻഡ്, വേവ്, ഗ്ലേഷ്യൽ തുടങ്ങിയവയുടെയൊക്കെ ശക്തി കുറയുമ്പോൾ അവയെ ചില താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഡിപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിവർ ഇറോഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ് ആണ് വി ഷേപ്ഡ് വാലീസ് എന്ന് പറയുന്നത്. വി ഷേപ്ഡ് വാലീസ് കൂടാതെ തന്നെ വെള്ളച്ചാട്ടങ്ങളും റിവർ ഇറോഷന് ഭാഗമായിട്ടുണ്ടാകുന്നവയാണ്. അതേപോലെ തന്നെ വിൻഡ്, അതായത് നമ്മുടെ കാറ്റ് വഴി ഉണ്ടാകുന്ന ഭൂരൂപമാണ് യാർഡ് ഡങ്സ് എന്ന് പറയുന്നത്. അപ്പൊ യാർഡ് ഡങ്സ് എന്ന് പറയുന്നത് കുമിൾ ശിലകളാണ്. അപ്പോൾ ഈ മണൽക്കൂനകളൊക്കെ തന്നെ വിൻഡ് ഇറോഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മറ്റൊരു ഡിപ്പോസിഷൻ ലാൻഡ് ഫോംസിനകത്ത് ഉൾപ്പെടുന്നതാണ്. അടുത്ത പ്രധാനമായിട്ടുള്ളതാണ് വേവ് ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേവ് ഇറോഷന് മാച്ചായിട്ട് വരുന്നവയാണ് സ്റ്റാക്സ് എന്ന് പറയുന്നത്. അതായത് തിരമാലകൾ രൂപപ്പെടുന്ന ലാൻഡ് ഫോംസ് ആണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അതായത് കടലിന് മുകളില് വളരെ സ്റ്റീപ്പായിട്ട് പാറകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒന്നാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോ സ്റ്റാക്കിന്റെ പിക്ചർ വന്നിട്ട് ഇങ്ങനെയാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. സോ സ്റ്റാക്ക് കൂടാതെ ക്ലിഫുകളൊക്കെ തന്നെ രൂപപ്പെടുന്നത് വേവ് ഇറോഷന്റെ ഭാഗമായിട്ടാണ്. ദെൻ അഥവാ കടൽ സ്തംഭങ്ങളൊക്കെ തന്നെ വേവ് ഇറോഷന്റെ ഭാഗമായിട്ടാണ് രൂപപ്പെടുന്നത്. ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ഗ്ലേഷ്യൽ ഇറോഷൻ ആണ്. ഗ്ലേഷ്യൽ ഇറോഷന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന ഒന്നാണ് സർക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സർക്കുകൾ എന്ന് പറയുന്നത് ആ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ബൗൾ ഷേപ്പ്, അതായത് ഒരു വലിയ പാത്രത്തിന്റെ ആകൃതിയിലുള്ള പർവ്വതവും അതിന് ഉള്ളില് ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള തടാകവുമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സർക്ക് എന്ന് പറയുന്നത്. സർക്ക് കൂടാതെ തന്നെ ഈ പറയുന്ന തരത്തില് ഗ്ലേഷ്യൽ എറോഷൻ അല്ലെങ്കിൽ ഹിമാനികളാൽ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് യു ഷേപ്ഡ് വാലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ എറോഷന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന ലാൻഡ് ഫോംസ് ആണ്. ഇത് കൂടാതെ ഡിപ്പോസിഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ലാൻഡ് ഫോംസും നിങ്ങൾ നോക്കി വെക്കുക. സോ അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എന്നുള്ളതാണ്. ദെൻ സൗത്ത് വെസ്റ്റ് മൺസൂണിനെ കുറിച്ചിട്ടാണ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ആർ അട്രാക്റ്റഡ് ടുവാർഡ് ഇന്ത്യൻ സബ്കോണ്ടിനെന്റ് ബൈ ദ ലോ പ്രഷർ കവർ ദ സീ.
and the southwest monsoon winds are attracted toward the Indian subcontinent during winter, and southwest monsoon wind attracted that redirected southeast trade winds. സോ തന്നിട്ടുള്ള ഓപ്ഷനിൽ സ്റ്റേറ്റ്മെന്റ് എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ആർ അട്രാക്റ്റഡ് ടുവാർഡ്സ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ബൈ ദ ലോ പ്രഷർ ഓവർ ദ സീ. ഇന്ത്യയിൽ 2 മഴക്കാലങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണിലാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിനി സീസണും ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ രൂപപ്പെടുന്നത്. The southwest monsoon is a seasonal wind system that brings heavy rainfall to the Indian subcontinent during the summer months. അപ്പോൾ കരയിലും അതേപോലെ തന്നെ കടലിലും രൂപപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള താപനിലയാണ് ഈ ഒരു മൺസൂൺ സീസണിന്റെ പ്രധാന കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതായത് സമ്മർ സീസണിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഉണ്ടാകുന്ന താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം, അതായത് കരഭാഗം പെട്ടെന്ന് ചൂട് പിടിക്കുകയും ഈ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഒരു സ്ട്രോങ് ലോ പ്രഷർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യനിൽ ഒരു ഹൈ പ്രഷർ സിസ്റ്റവും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നാച്ചുറലി കാറ്റ് ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്കാണല്ലോ വീശുന്നത്. സോ അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ത്യൻ സമുദ്രത്തിന് മുകളിൽ താരതമ്യേന ഉയർന്ന മർദ്ദം നിലനിൽക്കുന്നതിനാൽ ഇത് തെക്കു നിന്ന് വടക്കോട്ട്, അതായത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശാൻ ഇടയാകുന്നുണ്ട്. എന്നാൽ കൊറിയോളിസ് പ്രഭാവത്തിൽ ഈ കാറ്റുകളുടെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ട് തിരിയുന്നതിനാൽ തെക്കു പടിഞ്ഞാറൻ കാറ്റുകളായിട്ട് അവ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുകയും അങ്ങനെ നമുക്ക് ഇന്ത്യയിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ അനുഭവപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഹിസ്റ്ററിയിൽ ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മൃച്ഛകടിക എന്ന ടെക്സ്റ്റ് ബുക്കിന്റെ ഓഥർ ആരാണെന്നുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ശുദ്രകയാണ്. സോ മൃച്ഛകടിക എന്ന് പറയുന്നത് ഒരു സംസ്കൃത നാടകമാണ്. ഈ മൃച്ഛകടിക എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ദ ലിറ്റിൽ ക്ലേ കാർട്ട് എന്നാണ്. സോ മൃച്ഛകടിക എന്ന് പറയുന്നത് ഒരു 10 ആക്ട് ഡ്രാമയാണ്. റിയലിസ്റ്റിക്, അതായത് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ ആണ് ഇതിൽ പ്രധാന പ്രമേയമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ ഈ ഒരു പ്ലേയിൽ പറയുന്നത് ഒരു ലവ് സ്റ്റോറിയാണ്. അതായത് ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു ദരിദ്രനായിട്ടുള്ള ബ്രാഹ്മണനായിട്ടുള്ള ചാരുദത്തെയും അതേപോലെ തന്നെ ഒരു വെൽത്തി പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള വസന്തസേനയും തമ്മിൽ ഉണ്ടാകുന്ന ആ ഒരു റിലേഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. ആൻഡ് ഇറ്റ് സെറ്റ് ദ ആൻഷ്യന്റ് സിറ്റി ഓഫ് ഉജ്ജയിനി. ഐഡന്റിഫൈ ദ മുഗൾ എംപയറർ ഹു വാസ് അസോസിയേറ്റഡ് വിത്ത് ദിന്നിലാഹി. ദിന്നിലാഹി എന്ന് പറയുന്നത് അക്ബർ രൂപീകരിച്ചിട്ടുള്ള ഒരു മതം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പ് പ്രോഗ്രാമാണ്. നമ്മുടെ രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ സമാധാനം, സൗഹൃദം, ഐശ്വര്യം ഒക്കെ വളർത്തിയെടുക്കാൻ വേണ്ടി അക്ബർ ആഗ്രഹിക്കുകയും അതിന്റെ ഭാഗമായിട്ട് വിവിധ മതങ്ങളുടെയും ആശയങ്ങളുടെയും തത്വസംഹിതകളും എല്ലാം കൂടിച്ചേർന്ന ദിന്നിലാഹി എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പ് പ്രോഗ്രാം അദ്ദേഹം രൂപപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ പലതരത്തിലുള്ള മതങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഇസ്ലാം, ഹിന്ദുയിസം, അത് സൗരാഷ്ട്രിസം, ക്രിസ്ത്യാനിറ്റി, അങ്ങനെ ഒരുപാട് മതങ്ങളുടെ തത്വചിന്തകളുടെ ഒരു സംയുക്തമായിട്ടുള്ള ഒന്നാണ് ദിന്നിലാഹി എന്ന് പറയുന്നത്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഹൈറോഗ്ലിഫിക്സ് ലിപിയെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഹു ഡെസിഫൈഡ് ദ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതില് ഹൈറോഗ്ലിഫിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. അതായത് ഏൻഷ്യൻ ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ഒരു ലിപി ആയിരുന്നു ഹൈറോഗ്ലിഫിക്സ്. ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിശുദ്ധമായിട്ടുള്ള എഴുത്ത് എന്നുള്ള രീതിയിലാണ്. അതേപോലെ തന്നെ ഹൈറോഗ്ലിഫിക്സ് എഴുതാൻ ഉപയോഗിച്ചിരുന്നത് പാപ്പിറസ് ചെടികളുടെ ഇലകളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഹൈറോഗ്ലിഫിക്സ് ലിപി വായിച്ചത്, ഇപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ വന്നിട്ടെന്ന് പറയുന്നത് ഷംബോലിയോ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ജീൻ ഫ്രാൻസോയിസ് ചമ്പോളിയൻ ആണ് ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിച്ചത് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ
ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ച ഫ്രഞ്ച് പണ്ഡിതനാണ് ഷംബോലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഷംബോലിയ നൈൽ നദീമുഖത്ത് കണ്ടെത്തിയ വലിയൊരു ശില, അതായത് റോസറ്റയിലാണ് ഈ ഒരു എഴുത്തുണ്ടായിരുന്നത്. അദ്ദേഹം നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഈ ഒരു ലിപി വായിച്ചെടുത്തത്. ജോഗ്രഫിയിൽ മിക്ക ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. എന്നാൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. In remote sensing, the size of smallest object recognized by the sensor of the satellite is known as. Correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സ്പേഷ്യൽ റെസൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവയെ ഓരോന്നിനെ കുറിച്ചും ഒന്ന് നോക്കിയാലോ. അപ്പൊ എന്താണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ? ഒരു ഇമേജ് സെൻസറിന് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വസ്തുവിന്റെ വലിപ്പത്തിനെയാണ് നമ്മൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ചെറിയ വലിപ്പം എന്ന് പറയുമ്പോൾ പിക്സൽ യൂണിറ്റ് ആണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. അടുത്തതാണ് സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും റിമോട്ട് സെൻസിംഗ് ചിത്രങ്ങളെ വിശകലനം ചെയ്യുന്നതിനും കൃത്യമായി തിരിച്ചറിയാനുമാണ് ഈ സ്പെക്ട്രൽ റെസൊല്യൂഷൻസ് ഉപയോഗിക്കുന്നത്. സോ ദ നമ്പർ ആൻഡ് വിത്ത് സ്പെസിഫിക് ബാൻഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് spectrum that a sensor can capture. And next, temporal resolution ആണ്. The frequency with which a sensor can revisit and acquire data for the same location. And radiometric resolution എന്ന് പറയുമ്പോൾ the ability of a sensor to distinguish between different level of energy and brightness. പൊളിറ്റിക്കൽ സയൻസിൽ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ വിച്ച് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻ ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് 3 ലിസ്റ്റഡ് റിഗാർഡിംഗ് ദ പവർ ഓഫ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ടു ലെജിസ്ലേച്ചർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഷെഡ്യൂൾ 7 പ്രകാരമാണ് നമ്മുടെ ഡിവിഷൻ ഓഫ് പവേഴ്സ്, അതായത് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂളിന്റെ പ്രകാരമാണ് യൂണിയൻ അതേപോലെ തന്നെ സ്റ്റേറ്റിനും അധികാരം വിഭജിക്കുന്നത്. അപ്പോൾ യൂണിയൻ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് വരും. പ്രധാനമായിട്ടും 3 ലിസ്റ്റ് ആണുള്ളത്. യൂണിയൻ ലിസ്റ്റ്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. അതില് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ദിസ് ലിസ്റ്റ് കണ്ടെയ്ൻ ദ സബ്ജക്ട് ഓവർ വിച്ച് പാർലമെന്റ് ഹാസ് എക്സ്ക്ലൂസീവ് പവർ ടു മേക്ക് ദ ലോസ്. അപ്പൊ യൂണിയൻ ലിസ്റ്റിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്ന സബ്ജക്റ്റുകളാണ് ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, റെയിൽവേ ആൻഡ് കറൻസി. ഇവിടെയെല്ലാം നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് യൂണിയൻ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് പബ്ലിക് ഓർഡർ, പോലീസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആൻഡ് അഗ്രികൾച്ചർ തുടങ്ങിയിട്ടുള്ളവയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഇനി കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ യൂണിയനും സ്റ്റേറ്റിനും ചേർന്ന് വരുന്ന ചില സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിനകത്ത് പ്രധാനമായിട്ടും ഉൾപ്പെടുന്നവയാണ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ മാരേജ് ആൻഡ് ക്രിമിനൽ ലോ തുടങ്ങിയിട്ടുള്ളവ. എക്കണോമിക്സില് എപ്പോഴും വരുന്നുണ്ട്, പക്ഷെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ HDI അഥവാ മാനവ വികസന സൂചിക എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യന്റെ ഓവറോൾ ഡെവലപ്മെന്റിനെ സൂചിപ്പിക്കുന്ന ആ ഒരു അളവ് കോലാണ് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ മാനവ വികസന സൂചിക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. അപ്പോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഈസ് റിലീസ്ഡ് ബൈ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ദാറ്റ് മീൻസ് UNDP ആനുവലി സിൻസ് 1990. In terms of human development index, India ranked 134 in 2022. And human development index is developed by Morris David
Then last option എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് is summary composite measure of a country average achievement in 3 basic aspect of human development, health, knowledge and standard of living. അപ്പൊ ഇതില് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് ഓപ്ഷൻ 1ഉം 2ഉം അതേപോലെ തന്നെ 4ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ 3 എന്ന് പറയുന്നത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ. സോ നമുക്ക് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബിക്കോസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആനുവലി UNDP അഥവാ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആണ് റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് 1990-ലാണ്. ദെൻ അടുത്തൊരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് 2022 റാങ്കിംഗ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം 193 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം വന്നിട്ട് 134ആണ്. സോ ദിസ് ഈസ് ആൻ ഇംപ്രൂവ്മെന്റ് ഫ്രം 2021 റാങ്കിങ്. അതായത് 2021 റാങ്കിങ്ങിൽ പറഞ്ഞിട്ടുള്ളത് 135ാമത്തെ സ്ഥാനമായിരുന്നു. എന്നാൽ 2022 വന്നിട്ടുള്ള റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 134ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ. അപ്പോൾ അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കമ്പോസൈറ്റ് മെഷർ ദാറ്റ് assess the country average achievement 3 key dimensions of human development. അതായത് 3 കാര്യങ്ങളാണ് ഇതിലെ കീ ഡയമെൻഷൻ ആയിട്ട് പറയുന്നത്. അതായത് ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നതിന്റെ 3 കീ ഡയമെൻഷൻസ് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതില് ഫസ്റ്റ് വൺ ആണ് എ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് എന്ന് പറയുന്നത്. ദാറ്റ് മെഷർഡ് ബൈ ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് ആൻഡ് ആക്സസ് ടു നോളജ്. ദാറ്റ് മീൻസ് measured by mean years of schooling and expected years of schooling, and a decent standard of living measured by gross national income per capita. So ഇവിടെ 3 key dimension എന്ന് പറയുന്നത് ഒന്നാമത്തേത് പ്രതിശീർഷ വരുമാനം വരുന്നുണ്ട്, അതേപോലെ തന്നെ സാക്ഷരതയും അതേപോലെ തന്നെ മൊത്ത സ്കൂൾ പ്രവേശനവും വരുന്നുണ്ട്, ആയുർദൈർഘ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ഇതിലെ കീ ഡയമെൻഷൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ കുറിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ പൊളിറ്റിക്കൽ സയൻസിന്റെ ഏരിയയിൽ നിന്നും റെയർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡീലിമിറ്റേഷൻ കമ്മീഷനെ കുറിച്ചിട്ട്. സിലബസിൽ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കണം. ഹു അപ്പോയിന്റ്സ് ദ ഡീലിമിറ്റേഷൻ കമ്മീഷൻ? കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഡീലിമിറ്റേഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഈ ഒരു കമ്മീഷനെ നിയമിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്നുകൊണ്ടാണ് ഈ ഒരു കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. നമ്മുടെ രാജ്യത്തുടനീളമുള്ള നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തികൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. അതായത് ഓരോ സംസ്ഥാനത്തും സംവരണം ചെയ്യേണ്ട നിയോജക മണ്ഡലങ്ങളുടെ ക്വാട്ട, അതേപോലെ തന്നെ റിസർവേഷൻ വിഭാഗങ്ങളുടെ അനുപാതത്തെ ആശ്രയിച്ചാണ് നിശ്ചയിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അതിർത്തികൾ നിർണ്ണയിക്കുകയും അതേപോലെ തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓരോ നിയോജക മണ്ഡലത്തിന്റെയും ജനസംഖ്യയുടെ ഘടന പരിശോധിക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ചും ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിർത്തികൾ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഒരു നമ്മുടെ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും എല്ലാ സിറ്റിസണും ഇക്വിറ്റബിൾ റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ടൊക്കെയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എക്കണോമിക്സിൽ നിന്നും വന്നിട്ടുള്ളത്. Continuous increase in national income of an economy over a period of years is known as. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് ആണ്. മിക്ക ആൾക്കാർക്കും തെറ്റുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് ആണെന്നാണ്. പക്ഷെ എക്കണോമിക് ഗ്രോത്ത് ആണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയിൽ ഉണ്ടാകുന്ന തുടർച്ചയായിട്ടുള്ള ആ ഒരു നാഷണൽ ഇൻകം ഇൻക്രീസിനെ എക്കണോമിക് ഗ്രോത്ത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എന്താണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്? എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന സസ്റ്റൈൻഡ് ഇൻക്രീസിനെയാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ദാറ്റ് ഫോക്കസ് ഓൺ എക്സ്പാൻഷൻ ഓഫ്
എക്കണോമിക് ഔട്ട്പുട്ട്. ഇനി എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബ്രോഡർ കോൺസെപ്റ്റ് ആണ്. ഇവിടെ എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല എടുക്കുന്നത്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്സ്, അതേപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അൺഎംപ്ലോയ്മെന്റ് എത്രത്തോളം ഉണ്ട്, ഇൻഇക്വാലിറ്റി, ഇവയിൽ ഉണ്ടായ, അതേപോലെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ, ഇവയിലെല്ലാം ഉണ്ടായിട്ടുള്ള ഓവറോൾ ഇംപ്രൂവ്മെന്റ് ആണ് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ആണ്, പ്രത്യേകിച്ചും നമ്മുടെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന വർധനവാണ്. എന്നാൽ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ സാമ്പത്തികം മാത്രമല്ല ഫാക്ടറായിട്ട് വരുന്നത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് എത്രത്തോളം കുറഞ്ഞു, ഇൻഇക്വാലിറ്റീസ് എത്രത്തോളം മാറി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടായിട്ടുള്ള ഇംപ്രൂവ്മെന്റ്, ഇതെല്ലാം തന്നെ എക്കണോമിക് ഡെവലപ്മെന്റിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഇന്ത്യയിലെ ഹയസ്റ്റ് GST റേറ്റ് ഏതാണെന്നുള്ളത്. കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ് കേട്ടോ. പക്ഷേ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ GST റേറ്റുകളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സ്ലാബ് റേറ്റ് അനുസരിച്ചായിരുന്നു 28% നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന GST റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അത് വീണ്ടും പൊളിച്ചെഴുതി പുതിയൊരു സ്ലാബ് റേറ്റ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് 22, 25, 28, 32 എന്നുള്ള രീതിയിലാണെങ്കിൽ 28 തന്നെ മാർക്ക് ചെയ്യുക. ദെൻ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പുതിയ സ്ലാബ് റേറ്റ് കൂടി അറിഞ്ഞിരിക്കുക. 0% എന്ന് പറയുന്നത് ചില ഗുഡ്സ് ആൻഡ് സർവീസിന്, അതായത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ്, ഹെൽത്ത് കെയർ സർവീസ്, എഡ്യൂക്കേഷൻ സർവീസിനൊന്നും തന്നെ GST നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തതാണ് 5% എന്ന് പറയുന്നത്. അപ്പോൾ 5% GST ഈടാക്കുന്നത് എസെൻഷ്യൽ ആണ്, പക്ഷെ നെസസറി അല്ലാത്ത ചില ബേസിക് പ്രൊഡക്ട്സുകളാണ്. അതായത് ഫുഡ് പ്രൊഡക്ട്സുകൾ, ഫുഡ് വെയർ, ചില സർവീസുകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് 18% ആണ്. 18% എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ GST സ്ലാബ് ആണ്. ദാറ്റ് applies to wide range of automotive and vehicle, electronic, home appliance and construction materials, fuels, transport equipments. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് വരുന്നുണ്ട്. അതായത് പ്രത്യേകിച്ചും ഹോം അപ്ലയൻസും അതേപോലെ തന്നെ ഫ്യൂവൽസ്, ട്രാൻസ്പോർട്ടേഷൻ എക്യുപ്മെന്റ്സിനൊക്കെ തന്നെ ഈ ഒരു 18% GST ആയിട്ട് ഈടാക്കുന്നത്. ഇപ്പൊ നിലവില് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് GST റേറ്റ് എന്ന് പറയുന്നത് 40% കേട്ടോ. അപ്പൊ ഈ 40% അപ്ലൈ ചെയ്യുന്നത്, ഹയസ്റ്റ് GST റേറ്റ് അപ്ലൈ ചെയ്യുന്നത് ലക്ഷറി ആൻഡ് നോൺ എസെൻഷ്യൽ ഗുഡ്സ് ആണ്. അപ്പോ ഏതൊക്കെയാണ് ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എൻഡ് വെഹിക്കിൾസ്, അതേപോലെ തന്നെ എക്സ്പെൻസീവ് കൺസ്യൂമർ ഗുഡ്സ്, അതേപോലെ തന്നെ സർവീസുകളായിട്ടുള്ള കാസിനോസ്, ഗാംബ്ലിങ്, അതേപോലെ തന്നെ സെർട്ടൻ എന്റർടൈൻമെന്റ് സർവീസിനും ഒക്കെയാണ് ഈ 40% GST ഈടാക്കുന്നത്. സോ അതുപോലെ തന്നെ ടുബാക്കോ പ്രൊഡക്ട്സും അതേപോലെ ചില ടൈപ്പ് ഓഫ് ബിവറേജസിനും ഈ ഒരു 40% GST ആണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ 40% GST കൊടുക്കേണ്ടതായിട്ടുള്ളത് ലക്ഷറി, അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ചില ഗുഡ്സുകളാണ്. ദെൻ നേരത്തെ 28% ആയിരുന്നു GST, എന്നാൽ ഇപ്പോൾ 40% ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലാബ് റേറ്റ് കൂടി നിങ്ങൾ നോക്കി വെക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ റിവിഷന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണിത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇത്തവണ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടൂൾസ് അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള കമന്റ്സുകൾ അറിയിക്കാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്.